ഹായ് ഹലോ സുനു വിച്ച് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളായി ഒരു ലോങ് വീഡിയോസ് ചെയ്തിട്ട്. അപ്പോൾ ഞാനിന്നൊരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു എയർലൈൻ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ ഈ ഒരു കോട്ടൺ മെറ്റീരിയലാണ്. ഇതിപ്പോൾ ഉള്ളത് 2.5 മീറ്റർ മെറ്റീരിയലാണ്. ഇത് വെച്ചിട്ടൊരു വീനക്ക് എയർലൈൻ ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് കിടക്കാം. ലൈനിങ്ങിനായിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഓഫ് വൈറ്റ് കോട്ടൺ ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത്. ഞാൻ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യുന്നത് നേരിട്ട് മെയിൻ ഫാബ്രിക്കിലാണ്. അപ്പോൾ മെയിൻ ഫാബ്രിക് 4ആയിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ഫുൾ ലെങ്ത് മാർക്ക് ചെയ്തു. ലെങ്ത് എനിക്ക് 45 ആണ് വേണ്ടത്, പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് ലെങ്ത് മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഷോൾഡർ 7.5 പിന്നെ ആം ഹോൾ എന്ന് പറയുന്നത് 7.5 തന്നെയാണ്. ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിനുള്ളത് വിട്ടിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം ഞാനിവിടെ ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. ചെസ്റ്റ് എനിക്ക് 40 40 പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ വിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 1.5 ഇഞ്ച് ആം ഹോൾ കർവ് മാർക്ക് ചെയ്തു. അവിടെ നിന്ന് 1/2 ഇഞ്ച് ആം ഫിറ്റ് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഷേപ്പ് ചെയ്ത് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഷോൾഡർ നെക്ക് വിട്ടെന്ന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4, കാരണം ലേസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. 3.5 മതി. ലേസ് വെക്കുന്നതുകൊണ്ട് 1/2 ഇഞ്ചിൻ്റെ ലേസ് ആയതുകൊണ്ട് 1/2 കൂടെ ചേർത്ത് 4.5 എടുത്തു. പിന്നെ ഷോൾഡർ സ്ലോപ്പും കൊടുത്തു. പിന്നെ ഇവിടെ ഷേപ്പ് ലെങ്ത് വരുന്നത് 14.5 അതും മാർക്ക് ചെയ്തു. 14.5 വിഡ്ത്ത് വരുന്നത് 9 പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ്. അത് കഴിഞ്ഞ ശേഷം ഏറ്റവും താഴെ നിന്ന് ഒരു 2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ കർവ് ചെയ്ത് വരച്ചു. അളവുകൾ ഞാൻ ഒന്നും കൂടെ പറയാം. ഷോൾഡർ 7, ആം ഹോൾ 7.5, പിന്നെ ചെസ്റ്റ് വരുന്നത് 10 പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ്, വേസ്റ്റ് ലെങ്ത് വരുന്നത് 14.5, വിഡ്ത്ത് വരുന്നത് 9 പ്ലസ് 2 ഇഞ്ച് തയ്യൽ. അവിടെ നിന്നാണ് നേരെ താഴേക്ക് ജോയിൻ ചെയ്യേണ്ടത്. അവിടെ ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ആം ഹോളിൻ്റെ അവിടുത്തെ കർവ്, അത് 1.5 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ അളവിൻ്റെ അനുസരിച്ച് കട്ട് ചെയ്തെടുക്കുമായിരുന്നു. താഴേക്ക് വരുമ്പോൾ നമ്മളിവിടെ 2.5 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്തില്ലേ, ആ ഒരു ലൈനിൽ കൂടെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്രണ്ട് പാർട്ട് ആം ഹോളൊന്ന് കുഴിച്ച് കട്ട് ചെയ്യാനുണ്ട്. ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റി ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്ക് പാർട്ട് മാറ്റിയതിന് ശേഷം ഫ്രണ്ട് മാത്രം കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം മെയിൻ ഫാബ്രിക് നേരെ ലൈനിങ് ഫാബ്രിക്കിൻ്റെ മുകളിൽ വെച്ച ശേഷം ആ ഒരു ഷേപ്പിന് കട്ട് ചെയ്തെടുത്തു. അത് കഴിഞ്ഞിട്ട് നെക്ക് ഡിസൈൻ ചെയ്യാനുണ്ടായിരുന്നു. അതിന് ഞാനിവിടെ ക്യാൻവാസാണ് എടുത്തത്. 4 ഇഞ്ച് വിട്ടും 6.5 ഇവിടെ എടുത്തിരിക്കുന്നത്. 7 വരെ എടുക്കാം, കാരണം 6 എടുത്തപ്പോൾ എനിക്ക് ശാലം ഒന്ന് കയറി പോയിട്ടുണ്ട്. അപ്പോൾ 7 എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അങ്ങനെ അത് ഒന്ന് ആ ലൈനൊന്ന് ജോയിൻ ചെയ്തെടുത്തു. ശരിക്കും ഇത് സ്ട്രെയിറ്റ് ഒരു വി അല്ല, ചെറിയൊരു കർവ് ഷേപ്പിൽ വരുന്ന വി ആണ് ഞാനിവിടെ എടുക്കുന്നത്. അങ്ങനെ അത് വരച്ചെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുത്തു. ഞാൻ കൂടുതലും ക്യാൻവാസിലാണ് നെക്ക് ഡിസൈൻസ് ചെയ്യുന്നത്, കാരണം എനിക്ക് കുറച്ച് പെർഫെക്റ്റായിട്ട് കിട്ടുന്നത് അങ്ങനെയാണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ക്യാൻവാസിൽ അതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ലൈനിങ് മെറ്റീരിയലിലോട്ട് വെച്ച് അയൺ ചെയ്തെടുക്കുക. അയൺ ചെയ്തെടുത്തിട്ട് ഇതുപോലെ സൈഡ് ഒന്ന് അടിച്ചു കൊടുക്കണം. അപ്പോൾ സൈഡുമൊക്കെ അടിച്ച് ഇതാക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മെയിൻ ഫാബ്രിക്കിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനാദ്യം മെയിൻ ഫാബ്രിക് ഇട്ട് അതിനുശേഷം ലൈനിങ് മെറ്റീരിയൽ ഇട്ടു. പിന്നെ അതിൻ്റെ പുറത്ത് ക്യാൻവാസിൻ്റെതും വെച്ചു. എന്നിട്ട് ഈ ഒരു സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് സ്റ്റിച്ച് ചെയ്യണം, കാരണം സെൻറ്റർ ആദ്യം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വരുന്നതായിരിക്കും ബെറ്റർ, ഇല്ലെങ്കിൽ ഒരു സൈഡിലോട്ടായിപ്പോൾ. അപ്പോൾ ഇവിടെ നെക്ക് ഫിനിഷ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലേസ് ആഡ് ചെയ്യണം. ലേസ് ചിലർ ചെയ്യുമ്പോഴത്തേക്കും അതിൽ തന്നെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കും. അതും കുറച്ച് ഭംഗി നല്ലതാണ്. അല്ലാതെ ഞാനിപ്പോൾ ചെയ്യുന്നത് ഇതിൻ്റെ സൈഡിൽ കൂടെ ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ലേസും ആഡ് ചെയ്ത് നെക്ക് ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പാർട്ട് എടുക്കാം. ബാക്ക് പാർട്ട് ഞാനിവിടെ ലെങ്ത് എടുത്തിരിക്കുന്നത് 3 3.5 എടുക്കാം. ഞാൻ 3 എടുത്തത്. ഒരുപാട് ലെങ്ത് ആയി പോയാൽ ഈ ഫ്രണ്ടിലെ നെക്ക് കയറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ലീവ് എടുത്ത്, സ്ലീവ് കട്ടിങ് ഞാൻ വീഡിയോയിൽ കാണിച്ചില്ല, കാരണം മെറ്റീരിയൽ തികയാത്തതുകൊണ്ട് ഞാൻ ജോയിൻ ചെയ്തിട്ടാണ് മെറ്റീരിയൽ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് എടുത്തത്. അപ്പോൾ ഇതുപോലെ സ്ലീവ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാനതിലേക്ക് ലേസ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് ഉള്ളിലേക്ക് മടക്കി പുറത്തുകൂടെ ഒരു പതിച്ച് അടിച്ച് എടുത്തു. അതിനുശേഷം ഞാനിത് സ്ലീവ് ടോപ്പിലേക്ക് അറ്റാച്ച് ചെയ്യായിരുന്നു. വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു എയർലൈൻ ടോപ്പാണ് ഞാൻ ചെയ്തത്. ഇതിൽ എയർലൈൻ ടോപ്പിന് സാധാരണ വേണ്ടത് 3 മീറ്റർ മെറ്റീരിയലാണ്. എനിക്ക് 2.5 മീറ്റർ മെറ്റീരിയലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു എയർലൈനിൻ്റെ ഒരു
ഫ്ലെയറായിട്ട് വരുന്ന ഒരു ഭാഗം ശകലം ഒന്ന് ഒതുങ്ങിയിട്ടായിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഈ ഒരു മോഡലൊക്കെ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതുപോലെ ചെയ്താൽ മതി. ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് 40 സൈസിലാണ്. ഇതിൻ്റെ വേറെ അളവിനോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടാലോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പ് ഇഷ്ടമെങ്കിൽ, വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.